നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നിലവിലുള്ള പ്രധാന മതങ്ങളെല്ലാം തീർത്ഥാടനം ഒരു പുണ്യപ്രവൃത്തിയായി കാണുന്നവരാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധിയാവാനും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയും മറ്റുമൊക്കെയാണ് സാധാരണഗതിയിൽ ആളുകൾ തീർത്ഥയാത്രകൾ നടത്താറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തീർത്ഥാടന യാത്രയെ ഒരു പുണ്യപ്രവർത്തനമായിട്ടാണ് അത് കാണുന്നത്. പക്ഷെ എങ്ങോട്ടൊക്കെയാണ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറം, മദീനയിലെ മസ്ജിദുൻ നബവി, ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സ എന്നീ 3 പള്ളികളിലേക്ക് മാത്രമേ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥയാത്ര നടത്താൻ പാടൂ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും നിർവഹിക്കേണ്ടതും ഇസ്ലാം കാര്യങ്ങളിൽ 5ാമത്തെ തൂണായി എണ്ണിയിട്ടുള്ളതുമാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം. ഒരുപക്ഷെ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചവരും അത് ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്നവരുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതേസമയം അത്തരം ഒരു ഹജ്ജ് യാത്രയെക്കുറിച്ച് കൊണ്ട് ചിന്തിക്കുക പോലും ചെയ്യാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും. ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ഒരു നിർബന്ധ ബാധ്യതയാണ് എന്ന രീതിയിൽ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ആളുകളുണ്ട് സമൂഹത്തിൽ. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങൾക്കൊന്നും ഹജ്ജ് ചെയ്യാനായിട്ടില്ല, ഞങ്ങളതിന് യോഗ്യരല്ല, അതിനിനിയും സമയമുണ്ട്, നാളുകളുണ്ട് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമസ്കാരം പോലെ, നോമ്പ് പോലെ നിർബന്ധം തന്നെയാണ് ഹജ്ജ്. പക്ഷേ ചില നിബന്ധനകൾ ഒത്തുവന്നവർക്ക് മാത്രമേ അത് നിർവഹിക്കേണ്ടതുള്ളൂ. അങ്ങനെ ചില നിബന്ധനകൾ ഒത്തുവന്നാൽ അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരിക്കൽ മതി, 2 തവണ വേണമെന്നില്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കണമെന്നത് ഇസ്ലാമിൻ്റെ നിർബന്ധ കാഴ്ചപ്പാടുമാണ്. ഇനി അതില്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണത്, നന്ദികേടാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വഅ ഇലൈഹി സബീല. കഅബ മന്ദിരത്തിൽ ചെന്നുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യന് ബാധ്യതയാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഇനി വല്ലവരും നന്ദികേട് കാണിച്ചാൽ അതിൻ്റെ അപകടം അത് അവന് തന്നെയാണ്. മനസ്സിലാക്കേണ്ടത്, ഹജ്ജ് ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഹജ്ജ് ചെയ്യാത്തവർ എന്ന പ്രയോഗമല്ല, പിന്നെ വല്ലവനും നന്ദികേട് കാണിച്ചാൽ എന്നതാണ് ആ പ്രയോഗം. എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യവും സമ്പത്തും യാത്രാ സൗകര്യങ്ങളും ഇത് അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഈ 3 അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ടും അതിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ആ വിശുദ്ധ കഅബ മന്ദിരത്തിൻ്റെ മണ്ണിൽ ഒന്ന് പോയി വരാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ അതിനെക്കുറിച്ച് കൊണ്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം അത് നിങ്ങൾ പടച്ച റബ്ബിനോട് കാണിക്കുന്ന, നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും യാത്രാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അനുവദിച്ചു തന്ന നിങ്ങളുടെ റബ്ബിനോട് കാണിക്കുന്ന തികഞ്ഞ നന്ദികേടാണ്
എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ 5 തൂണുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് കർമ്മം എന്ന് നമുക്കറിയാം. മറ്റു 4 കാര്യങ്ങൾ പൂർത്തിയാക്കിയാലും ഇതുമായി ബന്ധപ്പെട്ട യോഗ്യതകൾ എത്തിയിട്ടും ആരോഗ്യമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും യാത്രാ സംബന്ധമായ കഴിവുകളുണ്ടായിട്ടും ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഇസ്ലാം പൂർണ്ണമല്ല എന്നാണ് ഈ പറഞ്ഞത്. അവൻ്റെ ഇസ്ലാമും അവൻ്റെ ഈമാനും പൂർണ്ണമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മളങ്ങനെ കരുതാറുണ്ടോ? നമസ്കരിക്കാനുള്ള കഴിവുണ്ടായിട്ട് നമസ്കരിക്കാതെ നടക്കുന്ന ആളുകളെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താ? നോമ്പെടുക്കാനുള്ള ആരോഗ്യമുണ്ടായിട്ടും സാഹചര്യങ്ങളുണ്ടായിട്ടും നോമ്പെടുക്കാതെ റമദാൻ മാസത്തിൽ പോലും തിന്നും കുടിച്ചും നടക്കുന്നവനെ കുറിച്ച് നമ്മളെന്താ പറയാറുള്ളത്? അതേസമയം ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും യോഗ്യത ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളെക്കുറിച്ച് നമുക്ക് അത്തരം ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. ആലോചിക്കേണ്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ആരാധനകളെക്കാൾ എല്ലാം കൊണ്ടും കുറച്ച് സാഹസിക കർമ്മങ്ങൾ ആവശ്യമുള്ളതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നമസ്കരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, നോമ്പെടുക്കാനും വലിയ പ്രയാസമല്ല, പിന്നെ കയ്യിലുള്ള സമ്പത്ത് സക്കാത്ത് കൊടുക്കാനും അത് അങ്ങനെ തന്നെയാണ്. അതേസമയം ഹജ്ജ് എന്ന് പറയുന്നത് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ ഒരേ സമയം കുറച്ച് സാഹസം ആവശ്യമുള്ള കർമ്മമാണ് എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു ആരാധനകൾക്കൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഓഫർ, മറ്റു ആരാധനകൾക്കും ഇബാദത്തുകൾക്കൊന്നും കൊടുക്കാത്ത ഓഫർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കർമ്മത്തിന് കൊടുത്തത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്. മബ്റൂറായ ഹജ്ജ് സ്വർഗമല്ലാത്തതിന് പ്രതിഫലമില്ല എന്നാണ്. അതിലപ്പുറമൊന്നുമില്ല, അതിന് കുറഞ്ഞിട്ടുമില്ല. സ്വീകാര്യമായ മബ്റൂറായ ഹജ്ജ് അതെന്താന്ന് വേറെ വിശദീകരിക്കണം. ഹലാലായ സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച, ഹലാലായ പണം ഉപയോഗിച്ച് ആരോടൊക്കെ ബന്ധങ്ങളുണ്ടോ മനുഷ്യന്മാരോടൊക്കെ പൊരുത്തപ്പെടിച്ച് അങ്ങനെ നിങ്ങൾ നിർവഹിച്ച മബ്റൂറായ ഹജ്ജ്, ആ ഹജ്ജിനുള്ള പ്രതിഫലം അത് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരിക്കൽ പറഞ്ഞത്, മറ്റു മുസ്ലിമീങ്ങൾ തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതരായ അവസ്ഥയിൽ ആരെങ്കിലും ഒരു ഹജ്ജ് ചെയ്താൽ അവൻ്റെ കഴിഞ്ഞ പാപങ്ങളൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഈ പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുമെന്നുള്ളത് നിസ്സാരമായി കാണേണ്ടതല്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലൂടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത് മുഴുവനും പടച്ചറബ് മായ്ച്ചു കളയുന്നു, പുറത്തു കൊടുക്കുന്നു. എന്തിലൂടെ? ഒരു ഹജ്ജ് കർമ്മത്തിലൂടെ. പക്ഷെ ഹജ്ജ് എങ്ങനെയായിരിക്കണം? ആ ഹജ്ജ് ചെയ്യുന്ന മനുഷ്യൻ അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെടണം. അത് വല്ലാത്തൊരു വർത്തമാനമാണ്. നമുക്കറിയാം ഒരുപാട് ആളുകളെ, അവർ ഹജ്ജ് ചെയ്തവരാണ്, 1, 2, 3 ഹജ്ജ് ചെയ്തവരാണ്. ഒരുപക്ഷെ സമുദായത്തിനകത്തുണ്ട് അത്തരം ആളുകൾ. അവരുടെ കയ്യിൽ നിന്ന് സമുദായം രക്ഷപ്പെട്ടിട്ടില്ല. അവരുടെ നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് അയൽവാസികൾ രക്ഷപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടും കൈ കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിച്ച് മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്തി അങ്ങനെ ഒരു ഹജ്ജ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഹജ്ജ് ചെയ്യുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും നാട്ടുകാർ രക്ഷപ്പെടണം, അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസികൾ രക്ഷപ്പെടണം. അങ്ങനെ വളരെ പെർഫെക്റ്റായി, ഏറ്റവും നല്ല മനുഷ്യനായി, ഏറ്റവും നല്ല സമ്പത്ത് കൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്തോ, നിങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചാൽ അഴുക്കിനെ കഴുകിക്കളയുന്നത് പോലെ, വസ്ത്രത്തിലെ അഴുക്കിനെ കഴുകിക്കളയുന്നത് പോലെ ഹജ്ജ് കർമ്മം നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയും എന്നാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല, അവൻ്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അവൻ്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വർത്തമാനം അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാം. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഒരിക്കൽ ഞാൻ കേൾക്കുകയാണ്. എന്താ കേട്ടത്? മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു. മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത, അനാവശ്യങ്ങളില്ലാതെ
പാപങ്ങൾ കലരാതെ ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച് വന്നാൽ ഉമ്മ പ്രസവിച്ച ദിനത്തിലെ കുട്ടിയെപ്പോലെ അവൻ ശുദ്ധിയോടുകൂടി തിരിച്ചു വരുമെന്നാണ്. ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നു വീഴുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കത, അവന്റെ മനസ്സിന്റെ വിശുദ്ധി എത്രത്തോളമായിരിക്കുമോ അതുപോലെ കറകളഞ്ഞ മനസ്സുമായി വിശുദ്ധിയുമായി ഒരു ഹാജിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മനുഷ്യന്മാർക്ക് പ്രോത്സാഹനം നൽകുന്ന വർത്തമാനങ്ങൾ ആ ഹദീസിൽ. മറ്റൊരു റസൂൽ പറഞ്ഞത് അൽ ഹജ്ജാജ് വൽ ഉമ്മാറു ഉഫ്ദുല്ലാഹ്, ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ അതിഥികളാണ്, അള്ളാഹുവിന്റെ വിരുന്നുകാരാണ്, ഗസ്റ്റാണ്. ഇൻ ദഅഉഹു അജാബഹും, അള്ളാഹുവിന്റെ അതിഥികളായ ആളുകൾ അള്ളാഹുവോട് ചോദിച്ചാൽ അല്ലാഹു അവർക്ക് കൊടുക്കും. വനിസ്തഗ്ഫിറൂഹു ഗഫറ ലഹും, അള്ളാഹുവോട് അവർ പാപമോചനം തേടിയാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഈ പറയുന്നത്. എന്താ കാരണം? അള്ളാഹുവിന്റെ അതിഥികളാണ്, വിരുന്നുകാരാണ് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി എത്തുന്ന ഓരോ ഹാജിമാരും ഉംറ ചെയ്യുന്നവരും. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ അതിഥികൾ ചോദിക്കുന്നത് കൊടുക്കുമെന്ന്, ആവശ്യപ്പെടുന്നത് കൊടുക്കുമെന്ന്, ഇസ്തിഗ്ഫാർ നടത്തിയാൽ അത് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു വിളിച്ച് അവന്റെ വിളിക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഒരു വിരുന്നുകാരനായിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് വിളിച്ചു വരുത്തിയവനെ പരിഗണിക്കുക എന്നത് അത് അള്ളാഹുവിന്റെ സുന്നത്താണ് എന്ന് ഈ ഹദീസിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഹാജിമാരായ വിരുന്നുകാരായ ഹാജിമാർ അള്ളാഹുവോട് ചോദിച്ചാൽ അതല്ലാഹു കൊടുക്കും എന്നാണ് ഈ പറയുന്നത്. സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്, സഹോദരിമാരെ കുറിച്ച് പറഞ്ഞത് സ്ത്രീകളുടെ ജിഹാദാണ് എന്നാണ്. എന്തിനാ ജിഹാദ് എന്ന് പറഞ്ഞാൽ? വിശാലമായ അർത്ഥങ്ങളുണ്ട്. നേർക്കുനേരെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആ ദീനിന്റെ മാർഗത്തിലുള്ള പോരാട്ടങ്ങൾക്കാണ് ജിഹാദ് എന്ന് പറയുക. ഒരർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജിഹാദിന് സമാനമാണ് ഹജ്ജ് കർമ്മം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അവിടുന്ന് പറയുകയാണ്, ഞാനൊരിക്കൽ റസൂലിനോട് ചോദിച്ചു, റസൂലേ, സ്ത്രീകൾക്ക് ജിഹാദിന് ബാധ്യതയുണ്ടോ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലെ ജിഹാദ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് യുദ്ധത്തിലേക്ക് വാളും പടച്ചട്ടിയുമായിട്ടൊക്കെ ഇറങ്ങി വെട്ടും കുത്തുമേറ്റ് ശരീരം ദീനിന്റെ മാർഗത്തിൽ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അത്തരമൊരു ജിഹാദ് പെണ്ണുങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ഞാൻ റസൂലിനോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകൾക്ക് ജിഹാദ് ഉണ്ട്. അതേതാണ്? പോരാട്ടമില്ലാത്ത ജിഹാദാ, വാളെടുക്കാത്ത, ചോരയൊഴുക്കാത്ത, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാത്ത ജിഹാദാണ് സ്ത്രീകൾക്കുള്ളത്. അതേതാണ്? അത് ഹജ്ജും ഉംറയുമാണെന്നാണ്. നോക്കൂ നിങ്ങൾ, അവനവന്റെ സമ്പത്ത് ഉപയോഗിച്ചിട്ട് മക്കയിൽ പോയി ഹജ്ജ് ചെയ്താൽ, ഉംറ കർമ്മം നിർവഹിച്ചാൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതിന് സമാനമായ ജിഹാദിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഹജ്ജ് മുഴുവൻ ദുർബലർക്കുമുള്ള ജിഹാദാണ്. ദുർബലരായ ആളുകളുടെ കൂടി ജിഹാദാണ് ഹജ്ജ് എന്നൊക്കെ ഹദീസിലൂടെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. ആർക്കോ എവിടെയോ നിർവഹിക്കേണ്ടതല്ല. ഇസ്ലാമിന്റെ ആളുകളാണോ നമ്മൾ? ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരോഗ്യവും സമ്പത്തും യാത്രാ സൗകര്യവും നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് നമ്മളത് ചെയ്തേ പറ്റൂ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രോത്സാഹനം നൽകുന്ന ചില വർത്തമാനങ്ങളാണ് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാപങ്ങൾ മുഴുവൻ പുറത്തു തരാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് മുഴുവൻ അല്ലാഹു കഴുകി തുടച്ച് കളയുക നിസ്സാര കാര്യമാണോ അത്? ഒരിക്കൽ മഹാനായ ഒരു സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലിന്റെ മുമ്പിൽ വരികയാണ്. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നബിയുടെ മുമ്പിൽ വന്നു. അങ്ങനെ റസൂലുമായിട്ട് കരാർ ചെയ്യാൻ വേണ്ടി, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടി. റസൂലിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൈ നീട്ടിയ അംർ ഇബ്നുൽ ആസ് എന്ന മനുഷ്യൻ ഉടൻ തന്നെ കൈ ഇങ്ങോട്ട് തിരിച്ചെടുത്തു, കൈ ഇങ്ങോട്ട് തിരിച്ചെടുത്തു പിന്നിലേക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല അംറേ, എന്താ നിനക്ക് പറ്റിയത്? എന്താണ് പറ്റിയത്? കരാർ ചെയ്യാൻ വേണ്ടി, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നീട്ടി കൈ എന്തിനാണ് താങ്കൾ പിന്നിലേക്ക് തന്നെ വലിച്ചെടുത്തത് എന്ന് ചോദിച്ചപ്പോ അംർ ഇബ്നുൽ ആസ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, റസൂലേ, അറത്തു അൻ അഷ്തരിത്, ഞാൻ ചില ഷർത്തുകൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം.
പക്ഷെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് താങ്കളോട് ചില ഷർത്തുകൾ വെക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, റസൂലേ, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരൂലേ? ഇന്നലെ വരെ ഞാൻ പലതുമായിരുന്നു, പല ജീവിതവുമായിരുന്നു. എന്നാൽ ഞാൻ താങ്കളുടെ കൈപിടിച്ച് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരൂലേ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ആസിനോട് തിരിച്ചു പറഞ്ഞ മറുപടി, അമ അലിംത യാ അംറേ, നിനക്കറിയില്ലേ അന്നൽ ഇസ്ലാമ യഹദിമു മാ കാന ഖബ്ലഹു, ഇസ്ലാം അതിൻ്റെ മുമ്പുള്ളതിനെ എല്ലാം മായ്ച്ചു കളയും. വഅന്നൽ ഹിജ്റത തഹദിമു മാ ഖബ്ലഹാ, ഹിജ്റയും അതിന് മുമ്പുള്ളതിനെ എല്ലാം മായ്ച്ചു കളയും. അവസാനം റസൂല് പറഞ്ഞു, വഅന്നൽ ഹജ്ജ യഹദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് അതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സ്വീകാര്യമായൊരു ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ആ ഹജ്ജിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് പിന്നെ ചോദ്യമല്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ സ്വീകാര്യമായൊരു ഹജ്ജ് ജീവിതത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ ആ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തോന്നിയവാസിയായിരിക്കാം. ഒരുപക്ഷെ ലോകത്തറിയപ്പെട്ട, നാട്ടിലറിയപ്പെട്ട തെമ്മാടിയായിട്ട് ജീവിച്ചവനായിരിക്കാം, വൃത്തികെട്ടവനായിട്ട് ജീവിച്ചവനായിരിക്കാം. പക്ഷേ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച് ആ റബ്ബിന്റെ കഅബയ്ക്ക് മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ കണ്ണുനീരൊലിപ്പിച്ച് റബ്ബിനോട് അറഫയിലൊക്കെ വെച്ചിട്ട് കൈകൾ പൊക്കിയിട്ട് പറഞ്ഞ് തിരിച്ചു വരുന്നതെങ്കിൽ ആ ഹജ്ജിന് മുമ്പുള്ള ജീവിതം അത് അല്ലാഹ്ക്ക് പ്രശ്നമല്ല, അതൊക്കെ അല്ലാഹ് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് ഒരുമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ വിശുദ്ധിയോടുകൂടിയിട്ടാണ് പിന്നെ തിരിച്ചാ മക്കയിൽ നിന്ന് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് എന്നാണ് ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഇങ്ങനെ ഹജ്ജിൻ്റെ പുണ്യത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ധാരാളം വചനങ്ങൾ നമുക്ക് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാനും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കഴിയും. ഞാൻ ചോദിക്കട്ടെ, നമുക്കങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഹജ്ജിന് പോയ ആളുകളോടല്ല പറയുന്നത്, അതിന് പോകാത്തവരോട്. ഒരിക്കലെങ്കിലും ആ കാബയിലൊന്ന് പോകണം, ആ റസൂലിന്റെ പാദസ്പർശമേറ്റ മക്കയിലൊന്ന് കാലുകുത്തണം, ആ കാബയുടെ മുറ്റത്തൊന്ന് എത്തണം, അവിടെ ചെന്നിട്ട് കൈയൊന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പൊക്കിയിട്ട് കരഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനത്തെ ഒരു ആഗ്രഹമെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ? മറ്റു പല ആഗ്രഹവും നമുക്കുണ്ടാകാറല്ലേ ജീവിതത്തിൽ? ഒപ്പം ജോലി ചെയ്യുന്നവനൊരു വാഹനം വാങ്ങുമ്പോൾ അതുപോലൊന്ന് എനിക്കും വാങ്ങണം നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഒപ്പമുള്ളവൻ നല്ലൊരു വീട് കയറ്റുമ്പോ അതുപോലൊരു വീട് എനിക്കും കേൾക്കണം നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ദുനിയാവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? പൂതി വച്ചിട്ടില്ലേ? സ്വപ്നം കണ്ടിട്ടില്ലേ? അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്നോടുകൂടി ഹജ്ജിനെ കുറിച്ച് കേൾക്കുമ്പോ, വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നിട്ടും കാണുന്നുണ്ടല്ലോ ആളുകൾ. പുതിയ സംവിധാനങ്ങളിലൂടെ ഹാജിമാരങ്ങനെ ഹജ്ജ് ചെയ്യുന്നത് കാണുമ്പോ, ഉംറ നിർവഹിക്കുന്നത് കാണുമ്പോ, അറഫ മൈതാനത്ത് നിന്നിട്ട് പടച്ചറബ് നേർക്കുനേരെ ഇറങ്ങി വരുന്ന അറഫ മൈതാനത്ത് നിന്നിട്ട് ഹാജിമാർ പരിസരം പോലും മറന്ന് കൈകൾ ഉയർത്തി ഏന്തി നിന്നുകൊണ്ട് പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് കാണുമ്പോ, ഹജ്ജ് ചെയ്ത് തിരിച്ച് നാട്ടിലെത്തിയ ഹാജിമാരെ കാണുമ്പോ, പടച്ചവനെ, എനിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ കാബയുടെ മണ്ണിലൊന്ന് എത്തണം, ആ മക്കയ്ക്കൊന്ന് പോണം, അതിന് ഭാഗ്യം തരണേ പടച്ചോനെ. അങ്ങനൊരു പൂതി, അങ്ങനൊരു ആഗ്രഹം, അങ്ങനൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെക്കുറിച്ചാണെന്നറിയോ? ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും അത് ചെയ്യാതെ നീട്ടിവെക്കുന്ന ആളുകളെ കുറിച്ചാണ്. അങ്ങനെയുമുണ്ട് ആളുകൾ നമ്മുടെ സമുദായത്തിനകത്ത്. അവർക്ക് ബിസിനസ്സിൽ ഇറക്കാൻ ലക്ഷങ്ങളുണ്ട് അവരുടെ കൈകളിൽ. അവർ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നത്, ലക്ഷങ്ങൾ മുടക്കി മക്കയിൽ പോയി എന്താണ് ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ 1, 2, 3 മൂന്നെണ്ണം ആവശ്യമില്ല, ഞാൻ പറയുകയാണ്. 1, 2, 3 ഹജ്ജ് ചെയ്യാനുള്ള പണമുണ്ടായിട്ടും സൗകര്യങ്ങളുണ്ടായിട്ടും ഒരു ഉംറയ്ക്ക് പോലും പോകാൻ മനസ്സില്ലാഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമുദായത്തിനകത്ത്. അത്തരം ആളുകളൊക്കെ പേടിക്കണം. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാൻ, മല്ലം യംനഅഹു അനിൽ ഹജ്ജ് ഹാജത്തുൽ ളാഹിറ,
ശർഈയായ ഒരു കാരണമില്ലാതെ ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും, അവനക്ക് സാമ്പത്തികമുണ്ട്, വാഹന സൗകര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്, എന്നിട്ടും അവൻ മതിയായ കാരണമില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ, ഹദീസിൽ ചെയ്യുന്നില്ല എന്നല്ല, നീട്ടിക്കൊണ്ടുപോകുക, അടുത്ത കൊല്ലാകാം, അങ്ങനെ ഹജ്ജ് നീട്ടിക്കൊണ്ടുപോകുന്നു എങ്കിൽ അത്തരം ആളുകളെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? അവൻ നസ്രാനിയോ ജൂതനോ ആയി മരിക്കുന്നതാണ് നല്ലത്, അതിനൊരു തടസ്സമില്ല എന്നാ. നോക്കൂ നിങ്ങൾ, ആരെ കുറിച്ചാ പറയുന്നത് റസൂൽ? നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ലാ ഇലാഹ എന്ന് പറയുന്ന, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, അതേസമയം സമ്പത്തുണ്ടായിട്ടും ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി മെനക്കെടാത്ത ഒരു മനുഷ്യനെ കുറിച്ച് പറയാ, മുസ്ലിമാണെന്ന് പറയാൻ അവനെ കുറിച്ച് പറ്റൂല. പിന്നെ യഹൂദിയോ ജൂതനോ നസ്രാനിയോ ഒക്കെ ആയിട്ട് അവൻ മരിച്ചോട്ടെ, അതിനൊരു തടസ്സമില്ല എന്നാണ് ഈ പറയുന്നത്. എത്ര ഗൗരവപ്പെട്ട വർത്തമാനമാണ് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ. ഇതൊക്കെ നമ്മൾ പറയണം, നമ്മുടെ കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും, അയൽപക്കത്തുണ്ടാകും, കുടുംബ വലയത്തിലുണ്ടാകും. ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും അതിന് മനസ്സ് കൊടുക്കാത്ത ആളുകൾ, അവർക്ക് ഇത്തരം ഹദീസുകളും വർത്തമാനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമസ്കാരമുണ്ട്, സുബഹിക്ക് 1-ാമത്തെ സഫിൽ എത്തുന്നുണ്ട്, റമദാൻ മാസത്തിൽ തറാവീഹിനുണ്ട്, ഇഅ്തികാഫിനുണ്ട്, തഹജ്ജുദുണ്ട്, എല്ലാത്തിലും ഉഷാറാണ്. പക്ഷേ ഹജ്ജിനെ കുറിച്ച് അയാൾ ചിന്തിച്ചിട്ടില്ല. എന്താ റസൂൽ പറഞ്ഞത്? മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അവനില്ല എന്നാ. വല്ലാത്തൊരു വർത്തമാനാണത്. മുസ്ലിമായിട്ട് മരിക്കാനുള്ള തൗഫീഖ് അവനില്ല. എന്തുകൊണ്ട്? ഹജ്ജ് ചെയ്യാനുള്ള പണം കയ്യിലുണ്ടായിട്ടും, ആരോഗ്യമുണ്ടായിട്ടും, യാത്രാ സൗകര്യമുണ്ടായിട്ടും അതിനു വേണ്ടിയിട്ട് നീ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ പേരിൽ, അത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിക്കുന്നതും ഹജ്ജ് ചെയ്യാതെ മരിക്കുന്നതും ഈക്വലാണ്, സമമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമർ അള്ളാഹുവിന് പറഞ്ഞല്ലോ, ഉമർ അള്ളാഹുവിന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഞാൻ ഈ പട്ടണങ്ങളിലേക്ക് ചില ആളുകൾ അയക്കാൻ തീരുമാനിച്ചു, ഒബ്സർവ് ചെയ്യാൻ, നോക്കാൻ, നിരീക്ഷിക്കാൻ. എന്തിന്? എന്തിനാ അയക്കണത്? മറന്നാലും പറയാൻ, ഞാൻ ഈ ചില പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കുമൊക്കെ എൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിന്? ഹജ്ജു ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ഹജ്ജു ചെയ്യാത്തവരാരാന്ന് കണ്ടുപിടിക്കാൻ. എന്താ പറഞ്ഞറിയോ? അവർക്ക് മേൽ ജിസിയ ചുമത്താൻ. ഇസ്ലാമിക രാഷ്ട്രം പ്രത്യേകമായി വാങ്ങിയിരുന്ന ടാക്സ് ഉണ്ടല്ലോ, ആ ടാക്സ് പിരിക്കാൻ. എന്താ കാരണം? ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്നവർ, അവരിൽ നിന്ന് ടാക്സ് ജിസിയ ഈടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ അവസാനം പറയാണ്, മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളല്ല. 3 പ്രാവശ്യം ആവർത്തിച്ചേ, അവർ മുസ്ലിങ്ങളല്ല. ആര്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാബയിൽ ചെന്നിട്ട് ഹജ്ജ് നിർവഹിക്കാനുള്ള ശാരീരിക സാമ്പത്തിക യാത്രാ കഴിവുകൾ ഉണ്ടായിട്ടും ആ ഹജ്ജ് നിർവഹിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, ഒന്ന്, അവൻ്റെ ജിസിയ പിടിക്കണം, ടാക്സ് പിടിക്കണം, ഫൈൻ ഈടാക്കണം. രണ്ടാമത്തത്, അവർ മുസ്ലിങ്ങളല്ല, മുസ്ലിമാണെന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റൂല എന്ന് 2ാം ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. മഹാനായ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹജ്ജ് ചെയ്യാത്ത സമ്പന്നനായ ഒരു അയൽവാസി എനിക്കുണ്ടായിരുന്നു. നോക്കണം നിങ്ങൾ, മുൻഗാമികളായ ആളുകളൊക്കെ ഇതിനോടെടുത്തൊരു കാഴ്ചപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ നമസ്കരിക്കാത്ത ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സെന്താ? റമദാൻ മാസത്തിൽ തിന്നും കുടിച്ചും നടക്കുന്നതൊക്കെ നമ്മളെന്താ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? മുൻഗാമികൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് അങ്ങനെയായിരുന്നു. മഹാനായ സഅദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാൻ, ഹജ്ജ് ചെയ്യാത്ത സമ്പന്നനായ ഒരു അയൽവാസി എനിക്കുണ്ടായിരുന്നു. അയാൾ മരിച്ചപ്പോൾ ഞാൻ അയാളെ മയ്യിത്ത് നമസ്കരിച്ചില്ല എന്നാ. ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ആ റബ്ബിൻ്റെ കാബയുടെ മുമ്പിൽ പോയിട്ട് റസൂലിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലത്ത് ചെന്നിട്ട്, ഇബ്രാഹിമിൽ നിന്ന് സ്ഥലത്ത് ചെന്നിട്ട് ഈ കർമ്മം നിർവഹിക്കാൻ മനസ്സ് നിനക്കില്ലെങ്കിൽ, എടോ നിന്റെ മയ്യത്ത് നമസ്കരിക്കാനുള്ള മനസ്സെനിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സമ്പന്നനായ ഒരു മുസ്ലിമായ എൻ്റെ അയൽവാസി ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്യാതെ മരിച്ചപ്പോൾ അയാളുടെ മയ്യിത്ത് പോലും ഞാൻ നമസ്കരിച്ചില്ല എന്ന് മഹാനായ സ്വഹാബി പറയാൻ. ഇനി സൗകര്യമുള്ള പല ആളുകളും ഇതിനെ നീട്ടിവെക്കാറുണ്ടല്ലോ. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാരണമില്ലാതെ
എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്കുന്ന ന്യായങ്ങൾ പറഞ്ഞിങ്ങനെ നീട്ടിവെക്കും. ഇതും ഗുരുതരമായ തെറ്റ് തന്നെയാണ്. നീട്ടിവെക്കാൻ അനുവാദമില്ലാത്ത ഉടനെ തന്നെ നിർവഹിക്കേണ്ട കർമ്മമാണ് ഹജ്ജ് എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്. അൽ ഹജ്ജ് വാജിബുൻ അൽ ഫൗർ, അത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമല്ല, കഴിവുണ്ട ഉടനെ ചെയ്യണം. പിന്നെ അടുത്ത കൊല്ലാവട്ടെ അങ്ങനെ മാറ്റിവെക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിന് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ന്യായമായ കാരണങ്ങളില്ലാതെ ഒരാൾ ഹജ്ജ് നിർവഹിക്കാതെ മാറ്റിവെച്ചാൽ അത് പാപമാണ്, അത് തെറ്റാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിന് ധൃതി കൂട്ടണം, ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ ധൃതി കൂട്ടണം. ഫഇന്ന അഹദക്കും ലാ യദ്രി മാ യഅ്രിദു ലഹു, കാരണം എന്താ അറിയോ, എന്തൊക്കെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് നാളെ മറ്റൊന്ന് വരെന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ പറയണതല്ല, അല്ലാഹു റസൂൽ പറയണതാ. ഇത് വല്ലാത്തൊരു വർത്തമാനമാണത്. നിങ്ങൾ ഹജ്ജിന് ധൃതി കൂട്ടണം, കാരണം നാളെ മറ്റന്നാൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക, നിങ്ങൾക്കത് പറയാൻ കഴിയില്ല എന്ന. ഇതൊക്കെ നമ്മൾ അനുഭവിക്കണമല്ലേ പ്രിയമുള്ളവരെ. എല്ലാം റെഡിയായി, ഹജ്ജിനെല്ലാം തയ്യാറായി, അവസാനം യാത്ര ചെയ്യാൻ പറ്റാതെ ഹജ്ജ് നഷ്ടപ്പെട്ട ആളുകളില്ലേ, പകർച്ചവ്യാധി കാരണം. എന്തിന്, കഴിഞ്ഞ കൊറോണ സമയത്തൊക്കെ എത്ര ആളുകൾക്ക് നഷ്ടപ്പെട്ടു, ഹജ്ജ് ചെയ്യാൻ പറ്റാതെ വന്നു. എല്ലാം റെഡിയായിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റാതെ ആളുകളില്ലേ. ഒരുപാട് തവണ അപേക്ഷിച്ചിട്ട് ഗവൺമെൻറ് കോട്ടയിൽ ഹജ്ജിന് പോകാൻ അവസരം കിട്ടി, അവസാനം നഷ്ടപ്പെട്ട ആളുകളില്ലേ. എൻ്റെ അനുഭവങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകൾ, എത്രയോ പല ആളുകളും അങ്ങനെയുണ്ട്. വേറെ പല ആവശ്യങ്ങൾ മുമ്പിൽ വരികയും ഹജ്ജിനെങ്ങനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹജ്ജിന് നിങ്ങൾ ധൃതി കൂട്ടണം. അതിനുള്ള സാഹചര്യം ഏകദേശം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത കൊല്ലാവട്ടെ, പിറ്റത്തെ കൊല്ലാവട്ടെ അങ്ങനെ വെക്കരുത്. കാരണം എന്താ അറിയോ, അത് എന്തൊക്കെ പ്രയാസങ്ങളാ ഭൂമിയിൽ നിങ്ങൾക്ക് വരിക എന്നറിയില്ല. ചിലപ്പോൾ ഈ വർഷം നിങ്ങൾ ഹജ്ജിനുള്ള പൈസ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോവാതെ അത് മാറ്റിവെച്ചു, അടുത്ത കൊല്ലാവുമ്പോൾ അത് വേറെ വല്ലതിനും തിരിച്ചു വരേണ്ടി വരും. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നിങ്ങൾ ഹജ്ജിന് ഉദ്ദേശിച്ചാൽ പിന്നെ ധൃതി കൂട്ടണം. വേറെ ഹദീസിലുള്ള എന്താ, രോഗങ്ങൾ വരാം, വഴിമുടക്കം സംഭവിക്കാം, ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കാം എന്നാണ് ഈ പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഈ ഹജ്ജ് എന്ന് പറയുന്നത് മറ്റു ഇബാദത്തുകളെപ്പോലെ ഒരു ഭാഗത്ത് ഇരുന്നിട്ടോ നിന്നിട്ടോ ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. ഇപ്പം നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിന്ന് ചെയ്യാം, ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലല്ലോ ഹജ്ജ്. അത് കുറച്ച് ദിവസങ്ങളിലൂടെയുള്ള കർമ്മങ്ങളാണ്, ഓരോരുത്തർ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ആരോഗ്യം വേണം. അപ്പോൾ പല ആളുകളും എന്താ ചെയ്യാറില്ലെന്നറിയോ, ഈ ആവതുള്ള കാലത്തൊന്നും ചെയ്യൂല. ഒരു കൺസെപ്റ്റ് അങ്ങനെ മനുഷ്യന്മാരുടെ പൈസ ഒക്കെ ഉണ്ടാവും, ആ ചുറുചുറുക്കുള്ള യുവത്വ സമയത്തൊന്നും ഹജ്ജിനും ഉംറയ്ക്കൊന്നും പോകൂല. പിന്നെ ആളുകളെ ധാരണ അതൊക്കെ ഒരു വയസ്സായ നേരത്ത് പോയി ചെയ്ത് പിന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഹാജരേന്നൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഒരു ധാരണ സമൂഹത്തിൽ. അങ്ങനെയല്ല, നല്ല ആരോഗ്യമുള്ളപ്പോൾ വേണം ഹജ്ജിന് പോകാൻ എന്നാണ്. അങ്ങനെ പോകണമെന്നാണ്. കാരണം എന്താ പറയുക, അപ്പോഴാണ് അതിൽ ഓരോ കർമ്മങ്ങൾ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. എത്രയോ ആളുകൾ ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോയിട്ട് ഹിറാ ഗുഹൻ്റെ മേലെ കയറി ആ ഹിറാ ഗുഹയെന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം, 1000ഓളം സ്റ്റെപ്പ് അങ്ങോട്ട്, പിന്നെ അവിടെ 100ഓളം സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങുകയും വേണം. ശ്വാസം മുട്ട കയറാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ലക്ഷങ്ങൾ ചിലവാക്കിയ ആ പുണ്യഭൂമിയിൽ എപ്പോഴും പോകൂലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ ഒരുക്കൂട്ടിയ സമ്പത്തുമായിട്ട് അവിടെ ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ പോലും ഒന്ന് കാണാനും സന്ദർശിക്കാനും കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയല്ല അത്. അപ്പോൾ ഇതിനൊക്കെ കഴിയണമെങ്കിൽ ശരിക്കും അതിൻ്റെതായൊരു പിന്നെന്താ പറയുക, ഒരു അന്തസ്സോടുകൂടി തന്നെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടൊക്കെ ഹജ്ജ് ചെയ്യണമെങ്കിൽ ശരിക്കും ആ ആരോഗ്യമുള്ള സമയത്ത് പോകണം, അല്ലാതെ പറ്റൂല എന്നല്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകണം. എൻ്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളിപ്പോഴേ അതിലൊരു മനസ്സും നെയ്യത്തൊക്കെ വെക്കുക. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, യാത്രയ്ക്ക് തടസ്സമാകുന്ന തരത്തിലുള്ള രോഗം, വാർദ്ധക്യം എന്നീ കാരണങ്ങളാൽ ഹജ്ജിന് സാധ്യമാകാതെ വന്നാൽ മറ്റാരെയെങ്കിലും തനിക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ ഏർപ്പാട് ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. സമ്പത്തുണ്ട്, വേറെന്തെങ്കിലും പ്രയാസങ്ങൾ കാരണം പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതിന് പറ്റുന്ന ആളുകളെ പകരമേൽപ്പിക്കണമെന്ന് വരെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൂടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരാൾ ഹജ്ജ് നിർബന്ധമായിരിക്കെ നിർവഹിക്കാൻ കഴിയാതെ മരിച്ചാൽ
അയാളുടെ കടങ്ങൾ വീട്ടുന്നത് പോലെ ഈ ഹജ്ജ് എന്ന ബാധ്യതയും കുടുംബക്കാർ വീട്ടണം എന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഹജ്ജ് അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കണം, മനസ്സിലാക്കണം. ഓരോ മനുഷ്യൻ്റെയും പാപങ്ങൾ പൂർണ്ണമായി കഴുകിക്കളയാൻ, അതിലൂടെ ചിലതൊക്കെ കാണാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, അങ്ങനെ പല ലക്ഷ്യങ്ങളും അതിനുണ്ട്. അതിൻ്റെ ലക്ഷ്യങ്ങൾ പറയല്ല ഇപ്പം എൻ്റെ ഉദ്ദേശം. ഇപ്പം എന്താ അത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് ഹജ്ജിനുള്ള 2026 വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന സമയം ഈ ജൂലൈ 31 വരെ അതിന് സമയം. അക്ഷയ സെൻറ്ററിലൂടെയൊക്കെ അത് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ മനസ്സുള്ളവരുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞത്. അതിനെക്കുറിച്ച് പറയേണ്ടത് ഇപ്പോഴല്ലാതെ ചില ആളുകൾ ചിന്തിക്കും, ഹജ്ജ് ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ പറയുന്നത് വേറെ വർത്തമാനങ്ങളാണ്. ഹജ്ജിലൂടെ നേടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഹജ്ജ് നമ്മൾ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ അത് പിന്നെ പറയും അവസരം ഉണ്ടെങ്കിൽ. ഇപ്പോൾ പറയുന്നത് ഹജ്ജ് ചെയ്യാനൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉൾവിളി അതുണ്ടാകണമല്ലോ, ഒരു ഉൾവിളി ഉണ്ടാകണം. അങ്ങനെയാണ്. പണ്ട് ഇബ്രാഹിം നബി വിളിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി ചോദിക്കേണ്ട പടച്ചവനോട്, പടച്ചവൻ ഇബ്രാഹിം നബിയെ വിളിക്കാൻ പറഞ്ഞപ്പോൾ, അല്ല ഞാൻ ഈ ലോകത്തൊരു മൂലയ്ക്കെന്ന് വിളിച്ചിട്ട് ആര് കേൾക്കാനാ? അപ്പോൾ അല്ല പറഞ്ഞെന്താ അറിയോ? വിളിക്കൽ നിൻ്റെ ഉത്തരവാദിത്തം, എത്തിക്കൽ എൻ്റെ പണിയാണ്. അപ്പോൾ അവിടെ എത്തണം എന്നൊരു ഉൾവിളി ഉണ്ടല്ലോ, അത് അല്ല തരുന്നതാണ്. അപ്പോൾ അങ്ങനെ വല്ല ഉൾവിളി മനസ്സും പൂതിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കേണ്ടുന്നൊരു സമയമാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. പലപ്പോഴും ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ വർഷാവർഷം ടൂറിന് എത്ര പണം ചിലവാക്കാറുള്ളത് അറിയുന്നത് എനിക്കറിയാം. ചില ആളുകളൊക്കെ വർഷാവർഷം ചൈനയിലേക്കും പിന്നെ ജപ്പാനിലേക്കും എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് ഫാമിലി സഹിതം ടൂറിന് പോണ എത്രയോ മുസ്ലിം നാമധാരികളുണ്ട്. ഒരിക്കൽ പോലും ഒരു ഉംറയ്ക്ക് പോയിട്ടില്ല, ഹജ്ജിന് പോയിട്ടില്ല. ഇതൊക്കെ സത്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. നാളെ പടച്ചിറപ്പിന് മുമ്പിൽ നന്മയുടെ കനം, ഏടുകൾ കനം തോന്നുന്നത് ടൂറ് പോയിട്ട് തിരിച്ചു വരുമ്പോഴല്ല. പല ആളുകളും ടൂറ് പോയിട്ട് തിരിച്ചു വരുന്നത് എങ്ങനെ അറിയോ? തിന്മയുടെ ഏട് കനം തൂക്കിയിട്ടാണ് വരിക. അങ്ങനെയാണല്ലോ, അതാണ് ലോകത്തിൻ്റെ അവസ്ഥ. നിങ്ങൾ ഉംറയ്ക്കോ ഹജ്ജിനൊക്കെ പോയിട്ട് വരുമ്പോൾ തിന്മയുടെ ഏടൊക്കെ അവിടെ നശിച്ചു പോയിട്ടുണ്ടാവും, നന്മയുടെ ഏട് കനം തൂങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിന് പറയാനുള്ള കാരണം ഇതാണ്. സഹോദരിമാരോടും 1 or 2 ഹജ്ജ് ചെയ്യാനുള്ള ആഭരണങ്ങൾ ശരീരത്തിലും ലോക്കറിലും സൂക്ഷിച്ച സഹോദരിമാരുണ്ട് മുസ്ലിം സമുദായത്തിനകത്ത്. 2, 3 ഹജ്ജ് ചെയ്യാനുള്ള ആഭരണങ്ങൾ ശരീരത്തിലും ലോക്കറിലും ഒക്കെ എടുത്തു വെച്ച പെണ്ണുങ്ങളുണ്ട് സമുദായത്തിനകത്ത്, ഹജ്ജ് ചെയ്തിട്ടില്ല. ഗുരുതരമാണ് ഇതൊക്കെ. അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഈ സമയത്ത് അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ആ ഹജ്ജിന് വേണ്ടി ഒരു ഹദീസിൽ എന്താണെന്നറിയോ? ഒരാൾ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി മനസ്സ് വെച്ച് നിയ്യത്ത് വെച്ച് ഒരുങ്ങി, പക്ഷെ അത് പൂർത്തിയാക്കുമ്പോൾ മരണപ്പെട്ടാൽ പോലും ആ നിയ്യത്ത് നോക്കിയുള്ള പ്രതിഫലം കൊടുക്കുന്ന, ഞാൻ സാധാരണ സ്കൂളിൽ കുട്ടികളോടെ ക്ലാസ്സിൽ പറയാറുണ്ട്, ചെറുപ്പത്തിലേ നമ്മൾ ആ നിയ്യത്തോടെ തുടങ്ങുക. കിട്ടണ നാണയത്തുട്ടികളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുക. എന്തായിരിക്കണം ലക്ഷ്യം? ജീവിതത്തിൽ പടച്ചോനൊരു ഉംറയെങ്കിലും ചെയ്യണം, ഒരു ഹജ്ജ് ചെയ്യണം. ആ മനസ്സുമായിട്ട് ചെറിയവരോ വലിയവരോ ആരാകട്ടെ, നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നൊരു ചെറിയ സംഖ്യ നമ്മളിങ്ങനെ മാറ്റിവെച്ച് ആത്മാർത്ഥമായ നെയ്യത്തോട് മാറ്റിവെച്ച്, പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മരിച്ചാൽ നമ്മുടെ മനസ്സും നെയ്യത്ത് നോക്കിയുള്ള പ്രതിഫലം തരുന്ന ഇതൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വർത്താനങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഹറമിൽ ചെന്ന്, കഅബയിൽ ചെന്ന് അവിടേക്കൊന്ന് കാണാൻ, ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള പൂതി ഉണ്ടാകണം. അതിന് അവസരം തരാൻ വേണ്ടി പടച്ചറപ്പോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പടച്ചറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.